എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ ജ്യോതിഷ വിഷയം ആണ് പറയാൻ പോകുന്നത്. രാശികളിലെ മാറ്റങ്ങളും അതുപോലെ തന്നെ ശനി വക്രഗതിയിൽ വരുന്നതിനെക്കുറിച്ചും വ്യാഴത്തിൻ്റെ മൗഢ്യം മാറിയതിനെക്കുറിച്ചും ശുക്രൻ്റെ രാശി മാറ്റം വന്നിട്ടുള്ളതിനെക്കുറിച്ചും ശനിയുടെ ബലം വർദ്ധിച്ചു നിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഈ കാണുന്ന ഒരു ചാനലായി മാറുകയും വെറും 2-3 മാസം കൊണ്ട് തന്നെ 40,000-ഓളം സബ്സ്ക്രൈബറുമായിട്ടുള്ള ഒരു പുതിയ ചാനലാണ് നമ്മുടേത്. വെറും 3 മാസം 4 മാസം ആയതേ ഉള്ളൂ പുതിയ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട്. നേരത്തെ ഒരു വർഷം മുമ്പാണ് ഈ ചാനൽ തുടങ്ങിയത്. അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു 3 മാസം മുമ്പാണ് നമ്മൾ ഈ വീഡിയോസുകളൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ അത് മുതൽ നിങ്ങൾ ആ വീഡിയോസ് കാണുകയും ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് അറിയണം എന്ന് പറഞ്ഞ് വീണ്ടും മെസ്സേജ് അയക്കുന്നത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ചെയ്യണം ഒരു ആഗ്രഹം തോന്നുന്നത്. നിങ്ങളുടെ വ്യൂസ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങളുടെ ഊർജ്ജം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ശൈലി ഈ രീതിയിൽ തന്നെ തുടരണോ, അതല്ല സ്പീഡിൽ ഫലം മാത്രം പറഞ്ഞു പോയാൽ മതിയോ, അതല്ല വിശദമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് പറയണോ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുന്നത് വായിച്ചു നോക്കിയിട്ടാണ് ഞങ്ങൾ അതിനനുസരിച്ചാണ് കൂടുതൽ കാര്യങ്ങളും ഇവിടെ തീരുമാനമെടുത്തിട്ട് ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വീഡിയോസ് 1 മണിക്കൂറിനകത്തൊക്കെയുള്ള വീഡിയോസുകളെല്ലാം വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുകയും കുറേ കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഈ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുന്നത്. നമ്മൾ മേടൻ രാശിക്കാർക്ക് 4-ാം ഭാവത്തിൽ അങ്ങനെ നിൽക്കുന്നു, 6-ാം ഭാവത്തിൽ വേറെ ഗ്രഹം നിൽക്കുന്നു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 6 എവിടെയാണ് ഏത് ഭാവമാണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാകും. അവരാണല്ലോ ഈ ജ്യോതിഷം നോക്കുന്നത്. വേറെ കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവും. അപ്പോൾ ധാരണയില്ലാത്തവരും ധാരണയുള്ളവരും മിക്സായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ധാരണയില്ലാത്ത പുതിയ ആളുകൾക്ക് എന്താണ് ജ്യോതിഷം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പല ആളുകളും നമ്മളെ വിളിക്കുകയും അവരുടെ വിഷമങ്ങൾ പറയുകയും അവരുടെ ദുരിതങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും അവരുടെ ജാതകം നോക്കി ഫലം പറയുകയൊക്കെ ചെയ്യുമ്പോൾ പല ആളുകളും പറയും ഞാനിപ്പോൾ UK അല്ലെങ്കിൽ ലണ്ടനിൽ തന്നെയാണല്ലോ, അപ്പോൾ UK അല്ലെങ്കിൽ ഫ്രാൻസിലാണ്, ഇറ്റലിയിലാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണ്, കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവായിട്ട് ഇവിടെ നിൽക്കുകയാണ്, തൊഴിലൊന്നും കിട്ടുന്നില്ല, വലിയ പ്രയാസമാണ്, കഷ്ടപ്പാടാണ്, ദുരിതമാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ജ്യോതിഷത്തെക്കുറിച്ച് നോക്കണമെന്നുള്ളൊരു മനസ്ഥിതി വരുന്നത്. അതുവരെ ഇവർക്ക് ശാസ്ത്രമാണെന്നും വിദ്യാഭ്യാസം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നതെന്നും മനുഷ്യൻ കഷ്ടപ്പെട്ടാൽ ജീവിക്കാമെന്നൊക്കെയുള്ളൊരു ധാരണയുടെ പുറത്ത് ജീവിക്കുകയും നമ്മൾ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടമാകുമ്പോഴായിരിക്കും നമുക്ക് ജ്യോതിഷത്തിൽ നോക്കി കളയാം എന്നൊരു ചിന്ത നമുക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന വാഹനമാണ് എന്ന് കരുതിയാൽ ഒരു പകുതി കാര്യങ്ങളായി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹനില എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രഹനില എന്ന് പറയുന്നത്, നിങ്ങളുടെ ജാതകം എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിലെ കർമ്മമാണ്. പൂർവ്വജന്മത്തിലെ നിങ്ങളുടെ കർമ്മങ്ങൾ അനുസരിച്ച് 12 ഭാവങ്ങളിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി നിൽക്കുക. ധനസ്ഥാനം, മനസ്ഥാനം, സന്താനസ്ഥാനം, ആയുർസ്ഥാനം, ശത്രുസ്ഥാനം, ഭാര്യാസ്ഥാനം, ഭർത്തൃസ്ഥാനം, ആയുർസ്ഥാനം, ഭാഗ്യസ്ഥാനം, കർമ്മസ്ഥാനം, തൊഴിൽ സ്ഥാനം, ലാഭസ്ഥാനം, നഷ്ടസ്ഥാനം എന്നൊക്കെ പറഞ്ഞ 12 ഭാവങ്ങളാണ് ഈ കാണുന്നത്. ഇതുകൂടാതെ നിങ്ങളൊരു 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഈ 30 വർഷം ജനിച്ചതിന് ശേഷമുള്ള 30 വർഷത്തെ നിങ്ങളുടെ കർമ്മങ്ങൾ, പ്രവൃത്തികൾ, പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ പ്രാർത്ഥനകളില്ലെങ്കിൽ അതിൻ്റെ ഫലവും ഉണ്ടാകും. അപ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്ത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ ജാതകവും നിങ്ങൾ ഈ ജന്മത്തിലെ കർമ്മങ്ങളും ചേർന്നുകൊണ്ടും രണ്ടാമത്തെ നിങ്ങളുടെ അവസ്ഥകൾ, അപ്പോൾ ഈ 3 അവസ്ഥകളും കാര്യങ്ങളും ചേർന്നുകൊണ്ടാണ് ജ്യോതിഷത്തിൻ്റെ ഫലം പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ശനി വക്രത്തിലേക്ക് മാറുകയാണ്. 13/7/2025 മുതൽ 28/11/2025 വരെയുള്ള 137 ദിവസം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. മീനൻ രാശിയിൽ തന്നെ. വക്രഗതി എന്ന് പറഞ്ഞാൽ പുറകിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയും. അപ്പോൾ ശക്തി കൂടുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്ന് പുറന്നോട്ട് ആഞ്ഞിട്ട് മുന്നോട്ട് ഓടുക എന്ന് പറയും, കുതിക്കുക എന്ന് പറയുമല്ലോ. അപ്പോൾ പുറകോട്ടായുന്ന ഒരു അവസ്ഥ എന്ന് പറയും. വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന എല്ലാ ഗ്രഹത്തിനും പ്രത്യേകമായിട്ടുള്ള ഒരു ഫലസിദ്ധി ഉണ്ടാകുമെന്നും അവർക്ക് അനുഗ്രഹ ഫലസിദ്ധി കൂടുമെന്നും അതുപോലെ തന്നെ ദുരിതങ്ങൾ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ദുരിതങ്ങൾക്കെല്ലാം മാറുമെന്നും കണ്ടകശനിയിൽ നിന്നും കുറച്ച് അയവ് സംഭവിക്കുന്നൊക്കെയാണ്. അതുകൂടാതെ വ്യാഴം മൗഢ്യത്തിലാണ് എന്ന് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ മൗഢ്യം നമുക്ക് ഈ വരുന്ന ജൂലൈ മാസം 7-ാം തീയതി മാറുന്നു. വ്യാഴത്തിൻ്റെ മൗഢ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും വ്യാഴവും കൂടെ ഒരു രാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രത്തോളം പ്രഭയുള്ളൊരു ഗ്രഹമാണ്. അപ്പോൾ സൂര്യൻ്റെ പ്രഭ കൊണ്ട് വ്യാഴത്തിൻ്റെ ഒരു പ്രഭ ഇപ്പോൾ കിട്ടാത്തൊരവസ്ഥ വരും. അതിൽ നിന്നും വ്യാഴവും സൂര്യനും തമ്മിൽ അകലം വർദ്ധിക്കുമ്പോൾ ഈ പറയുന്ന വ്യാഴത്തിൻ്റെ ഒരു പ്രഭ ആളുകൾക്ക് കിട്ടുകയും അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവുകയും ചെയ്യും. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ, ശനി, ഈ പറയുന്ന 7 ഗ്രഹങ്ങൾ ഉള്ളതും തമോഗ്രഹങ്ങളായിട്ടുള്ള രാഹുകേതുക്കളുമാണ് നമുക്കുള്ളത്.
ഈ പറയുന്ന ഓരോ ഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രം. വിശ്വാസമല്ല സത്യം. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കാര്യം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സന്താനം, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കാമം, നിങ്ങളുടെ വികാരം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രപഞ്ചശക്തി തന്നെയാണ്. പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ പ്രപഞ്ചശക്തിയായിട്ടുള്ള ഈ ഗ്രഹങ്ങൾ എല്ലാവരുമാണ് സത്യമാണ് ആ പറയുന്നത്. ആ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ശ്വാസം സ്വയം നിയന്ത്രിക്കാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ് ശ്വാസം എടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഭക്ഷണം കഴിപ്പിക്കുന്നത് നമുക്ക് സ്വയം ദഹിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് തനിയെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം പ്രപഞ്ചശക്തി നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ്. നിങ്ങൾക്ക് ദുഷ്ചിന്തകൾ, അല്ലെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ പല പ്രവൃത്തികളെ കൊണ്ട്. ഇതിനെ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം എന്ന് വിചാരിച്ചാൽ പറ്റുമോ? ചിലർ പറയും യാത്ര പോയാൽ മതി എന്ന് പറയും. പറ്റത്തില്ല. നിങ്ങളുടെ തലച്ചോറിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളെ അവിടെ ചെല്ലുമ്പോഴും നിയന്ത്രിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇതൊക്കെ നിയന്ത്രിക്കുന്ന ശക്തിയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞിച്ചിട്ട് ദീർഘമായി പോയി. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ശനിയുടെ വക്രഗതി കൊണ്ടും വ്യാഴത്തിൻ്റെ മൗഢ്യത്തെ കൊണ്ട് മാറുന്നത് കൊണ്ടുമുള്ള ഫലസിദ്ധിയാണ് ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ രീതിയിൽ തന്നെ ഫലം പറഞ്ഞാൽ മതി എന്ന് പറയുവാണെങ്കിൽ ആ രീതിയിൽ പറയാം. എല്ലാം കൂടി നോട്ട് ചെയ്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മൊബൈൽ ഫോണിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു നോട്ട് പോലെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്ന് ഫലസിദ്ധിയും കൂടെ പറയുന്നു, ജ്യോതിഷ ഫലവും കൂടെ പറയുന്നു, ഫലസിദ്ധിയും ഒരുപോലെ പറയുകയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഗ്രഹസ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശനി നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. പൂരുരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതിയിലാണ്. അതിൽ പൂരുരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതിയിൽ നിൽക്കുന്ന ശനി നമുക്ക് മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. മേടം രാശിയിൽ ഇപ്പോൾ ആരുമില്ല. ശുക്രൻ നമുക്കിപ്പോൾ ഇടവൻ രാശിയിലേക്ക് ഇന്നലെ മാറിയിട്ടുണ്ട്. ജൂൺ 29-ാം തീയതി ശുക്രൻ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇടവൻ രാശിയായിട്ടുള്ള സ്വക്ഷേത്രത്തിൽ മാറിയിട്ടുണ്ട്. അത് മഹാലക്ഷ്മി യോഗത്തിലാണ് ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നത്. സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു കഴിഞ്ഞാൽ ലക്ഷ്മി യോഗം സംഭവിക്കുകയും ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. സൂര്യനും വ്യാഴവും കൂടെ ഇപ്പോൾ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്. ജൂലൈ മാസം 7-ാം തീയതി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ജൂലൈ മാസം 7-ാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം മാറുക. മൗഢ്യം എന്നാൽ ബലം കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. സൂര്യൻ്റെ പ്രഭാവം കൊണ്ട് വ്യാഴഗ്രഹത്തിൻ്റെ ബലം കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അത് പറയുന്നത്. കർക്കിടകൻ രാശിയിലാണ് ബുധൻ നിൽക്കുന്നത്. ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തത്തിൽ മുക്കാല് പൂയ ആയില്യക്കാരാണ് ഇവിടെ വരുന്നത്. അവരിൽ ബുധൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നക്ഷത്രത്തിൽ, ഇത്രയും പേരുടെ പേരിൽ. അതുപോലെ തന്നെ വ്യാഴം സഞ്ചരിക്കുന്നത് മകയിരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലിലുമാണ് ഇപ്പം നിൽക്കുന്നത്. സൂര്യനോടാണ് നിൽക്കുന്നത്. ഈ വരുന്ന കർക്കിടക മാസം 1-ാം തീയതി 15/7/2025 കർക്കിടകത്തിലേക്ക് സൂര്യൻ ഇങ്ങോട്ട് മാറും, രവി ഇങ്ങോട്ട് മാറും. അതുവരെ സൂര്യൻ ഇവിടെ ഉണ്ടാകും. അപ്പം ശുക്രൻ ഇവിടെ നിൽക്കുന്നു. ചൊവ്വ മകം പൂരം ഉത്തരത്തിക്കാലിലാണ് ചൊവ്വയും കേതു നിൽക്കുന്നത്. ചൊവ്വയ്ക്ക് രാശിമാറ്റം വരുന്നുണ്ട്. അത് ഈ മാസം 29/7/2025 29/7 ജൂലൈ മാസം 29-ാം തീയതി ചൊവ്വ ഇങ്ങോട്ട് വരുന്നുണ്ട്. ചൊവ്വയുടെ ഈ രാശിമാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന 180 ഡിഗ്രിയിൽ നിൽക്കുന്ന രാഹുകേതുക്കൾ നിൽക്കുന്നത് കാലസർപ്പ യോഗത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു കുഞ്ഞുങ്ങൾ ജനിക്കുന്നതല്ല. അപ്പോൾ 1-1.5 മാസമായിട്ട് ജനിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളെല്ലാം കാലസർപ്പ ദോഷത്തിലാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റവും കൂടെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ചൊവ്വയുടെ രാശി ഇങ്ങോട്ട് മാറുന്നതോടുകൂടി കേതുവിനെ കടന്ന് ചൊവ്വ കന്നിയിലേക്ക് വരും. ചൊവ്വ അതിപ്പോൾ എഴുതാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ മാസം ഇന്ന് 2 ഉള്ളൂ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം. അപ്പം ഈ മാസം 29-ാം തീയതി ചൊവ്വ ഇങ്ങോട്ട് മാറുന്നതോടുകൂടി ഈ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾക്കും അതുപോലെ തന്നെ ഈ പ്രകൃതിക്ഷോഭങ്ങൾക്കും ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു അയവ് വരാനുള്ള ഒരു സാധ്യതയും പറയുന്നുണ്ട്. അതുപോലെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നതിനൊക്കെയുള്ള അയവ് വരുന്നുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ലെങ്കിൽ പോലും അത് പറയുന്നുണ്ട്. പിന്നെ കർക്കിടകം കന്നി മാസങ്ങളെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നൊരു കാലവും കൂടെയാണ്. അപ്പം ലോകമാകമാനം ചിന്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. കേരളത്തിലെ മാത്രം ഒരു വിഷയത്തെക്കുറിച്ചല്ല അത് പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പം ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, എന്ത് ഗുണം ഉണ്ടാകുന്നു? നല്ല ഗുണഫലങ്ങളാണ് ശനിയെ കൊണ്ടുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ശനി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാശി എന്ന് പറഞ്ഞാൽ മീനൻ രാശിയാണ്. ഈ മീനൻ രാശിയിൽ നിന്നും ശനിയുടെ ഈ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ പറയുന്ന ശനി 5-ാം ഭാവാധിപനാണ്. മനസ്സിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് ശനി. സന്താന സ്ഥാനത്തും മനസ്ഥാനത്തുമാണ് വൃശ്ചികക്കൂറുകാർക്ക് നിൽക്കുന്നത്. ഏറ്റവും ആനുകൂല്യമായിട്ടുള്ള ഒരു ഫലസിദ്ധി ഉണ്ടാകുന്നത് ഇവർക്കാണ്. രണ്ടാമത് കർക്കിടക കൂറുകാർക്കാണ്. പുണർത്തത്തിൽ മുക്കാല് പൂയ ആയില്യക്കാർക്കാണ്.
അതിൽ കൂടെ കൂടുതൽ ഫലസിദ്ധിയായിട്ട് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. കർക്കിടകക്കൂറുകാരും വൃശ്ചികക്കൂറുകാരും. വൃശ്ചികക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? വിശാഖത്തിൽ കാലും അനിഴവും തിരക്കേട്ടയുമാണ് ഇവിടെ വരുന്നത്. പുണർദത്തിൽ മുക്കാലും പൂയോ ആയില്യവുമാണ് കർക്കിടകത്തിൽ വരുന്നത്. ഇത്രയും ആളുകൾക്ക് ഒരു ശക്തമായ ഫലസിദ്ധിയും, പൂരട്ടാതികാലം ഉത്തരട്ടാതി രേവതിയിൽ വരുന്ന മീനക്കൂറുകാർക്ക് ഒരു ഫലസിദ്ധിയും, അതുപോലെ തന്നെ മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലും വരുന്നവർക്ക് വേറൊരു ഫലസിദ്ധിയും, അതുപോലെ തന്നെ ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർക്ക് അതിൽ നല്ലൊരു ഫലസിദ്ധിയും, മൂലം പൂരാട് ഉത്രാടത്തിൽ കാലുകാർക്ക് ഒരു ഫലസിദ്ധി, അതുപോലെ തന്നെ കുംഭം കൂറിൽ വരുന്ന അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്ക് ധനസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ ഗുണമുണ്ടാകുന്നു. അതുപോലെ തന്നെ കാർത്തികേയ മുക്കാലി രോഹിണി മകേരത്തര വരുന്ന ഇടവക്കൂറുകാർക്ക് ശനി ലാഭത്തിൽ നിൽക്കുന്നതിൻ്റെ ഗുണമുണ്ടാകുന്നു. ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഫലസിദ്ധി വർദ്ധിക്കാൻ പോകുന്നു. ഇടവക്കൂറുകാർക്ക്, മിഥുനക്കൂറുകാർക്ക് അനുകൂല ഫലസിദ്ധി ഉണ്ടാകാൻ പോകുന്നു. ഉത്തരത്തിൽ മുക്കാൽ അത്തവും ചിത്തിരേരയും കന്നിക്കൂറുകാർക്ക് ഡബിൾ നേട്ടം വരാൻ പോകുന്നു. വ്യാഴത്തിൻ്റെ മൗഢ്യം മാറിയത് കൊണ്ടുള്ള ഗുണം വരുന്നു. ലാഭസ്ഥാനത്തേക്ക് ബുധൻ്റെ സ്ഥിതി വരുന്നു. അതുപോലെ തന്നെ ചൊവ്വയുടെ സ്ഥിതി ഇങ്ങോട്ട് മാറാൻ പോകുന്നു. 12-ൽ നിൽക്കുന്ന ചൊവ്വയുടെ സ്ഥിതി ഇങ്ങോട്ട് മാറുമ്പോൾ അവർക്ക് ഫലസിദ്ധിയുടെ ഏറ്റവും കൂടുതലാണ് വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടം തൊട്ട് തുടങ്ങാം. മീനക്കൂറ് തൊട്ട് നമുക്കിന്ന് ഫലസിദ്ധി പറഞ്ഞു തുടങ്ങാം. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നു, മീനക്കൂറുകാർ എഴുതി വെക്കുക. നിങ്ങൾക്ക് പൂരുരുട്ടാതി കാല് ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർ വരുന്നവർ എഴുതി വെക്കുക. നിങ്ങൾക്ക് ജാതകപ്രകാരം ശനി ആരാണ് എന്ന് ആദ്യം എഴുതി വെക്കുക. ശനി നിങ്ങൾക്ക് ലാഭാധിപനും അതുപോലെ നഷ്ടാധിപനും ലാഭാധിപനും കൂടിയാണ്. മീനക്കൂറുകാർക്ക് എപ്പോഴും ശനി ചന്ദ്രനെ കൊണ്ടാണ് ആ ഫലം പറയുന്നത്, ലഗ്നത്തെ കൊണ്ടല്ല അത് പറയുന്നത്. നിങ്ങൾ കൂറ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നവരെയാണ്. പൂരുട്ടാതികാൽ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് നഷ്ടാധിപനും നഷ്ടമുണ്ടാക്കുന്നയാളും ലാഭം തരുന്നയാളും, അപ്പോൾ രണ്ടും കൂടെ ചേരുന്ന ഒരാളിൻ്റെ അവസ്ഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് മീനക്കൂറുകാർക്ക് പൊതുവേ ഇപ്പോഴുള്ള വക്രസ്ഥിതി അനുസരിച്ച് ലാഭാധിപനും കൂടിയാണല്ലോ. അപ്പോൾ ബിസിനസ് രംഗങ്ങൾക്ക് വിജയം ഉണ്ടാകാനും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് വിപുലപ്പെടുത്താനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും വിചാരിച്ച കണക്ക് ഒരു മാറ്റം ഉണ്ടാകാനും എല്ലാ കാര്യത്തിലും ഫലസിദ്ധി ഉണ്ടാകുന്നതിനും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും കർമ്മരംഗത്ത് കൂടുതൽ കഠിനാധ്വാനം നമുക്ക് വേണ്ടിവരുന്ന ഒരു സമയമാണെന്ന് പറയുന്നുണ്ട്. 12-ാം ഭാവത്തിലേക്കുള്ള വക്രഗതിയിലെ ഒരു കാര്യങ്ങൾ പറയുന്നത്. കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് വിട്ടൊഴിഞ്ഞു മാറുമെന്നും അതുപോലെ തന്നെ നമുക്ക് പല വിധത്തിലുള്ള കേസ് വഴക്കുകൾ ഒക്കെ ഉള്ളത് മാറിക്കിട്ടും. പുതിയതായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള യോഗം ഉള്ളതായിട്ടും മൂത്ത സഹോദരങ്ങളിൽ നിന്നും നമുക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നും വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള ഗുണം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ എന്തെങ്കിലും ശാരീരികമായ മാനസിക അവസ്ഥകൾക്കൊക്കെ ഒരു പ്രയാസമുള്ളവർക്കൊക്കെ അത് മാറി വരുമെന്നും മീനക്കൂറുകാർക്ക് ഫലസിദ്ധി പറയുന്നുണ്ട്. നിങ്ങൾക്ക് 12-ൽ രാഹുവിൻ്റെ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ജാതകപ്രകാരം നിങ്ങൾക്ക് 6-ാം ഭാവത്തിലുള്ള ചൊവ്വയുടെയും കേതുവിൻ്റെയും സ്ഥിതി ഉള്ളതുകൊണ്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു ദോഷപരിഹാരം എന്ന് പറയുന്നത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചൊവ്വയും കേതുവും നിൽക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ചുമന്ന പൂക്കൾ തെറ്റിപ്പൂവ് വെച്ച് കുമാരസൂക്ത മന്ത്ര അർച്ചന എഴുതി വെക്കുക. മീനക്കൂറുകാർ ചെയ്യേണ്ട പരിഹാരമാണ് പറയുന്നത്. ചുമന്ന പൂവ് തെറ്റി കുമാരസൂക്ത മന്ത്ര അർച്ചന, അതുപോലെ തന്നെ പാല് പഞ്ചാമൃത അഭിഷേകം ഭസ്മാഭിഷേകം ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് ശത്രുദോഷമുള്ളതിന് ശത്രുദോഷം മാറാനും ആരോഗ്യവർദ്ധന ഉണ്ടാകാനും വിഘ്നനാശങ്ങൾ വിട്ടൊഴിഞ്ഞ് മാറാനും ഉദ്യോഗലബ്ധി ഉണ്ടാകുന്നതിനും കുടുംബസൗഖ്യം ഉണ്ടാകുന്നതിനും പുത്രസൗഖ്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഫലം പറയുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പ്രധാനത്തിൽ നമുക്ക് ഈ ഒരു ഫലസിദ്ധി പറയുക എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിന്നാൽ എല്ലാ കാര്യങ്ങളും ഫലസിദ്ധിയായിട്ട് വരും. ഇപ്പം വിദ്യാർത്ഥികൾക്കൊരു ഫലം, ബിസിനസ് ചെയ്യുന്നവർക്കൊരു ഫലം, അതുപോലെ തന്നെ യൂണിഫോമുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്കൊരു ഫലം, അല്ലെങ്കിൽ മീനക്കൂറിൽ ആരൊക്കെ വരും, പൂരുട്ടാതി ഉത്തരട്ടാതി രേവതി വരും. വിദ്യാർത്ഥികൾ മുതൽ എത്രയോ ജോലി ചെയ്യുന്നവർ വിട്ട് പ്രായമായുള്ളൊരു കാര്യം വരും. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരെയും വിളിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഫലസിദ്ധി കിട്ടും. കാരണം നിങ്ങൾക്ക് നഷ്ടസ്ഥാനത്ത് ആരാ നിൽക്കുന്നത്? രാഹു നിൽക്കുന്നു. നിങ്ങൾക്ക് 3-ാം ഭാവത്തിലാര് നിൽക്കുന്നു? സഹോദര കുടുംബസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു. ഗൃഹം വാഹന സ്ഥാനത്ത് ആര് നിൽക്കുന്നു? വ്യാഴം സൂര്യൻ, നല്ല ഗ്രഹങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഗൃഹനിർമ്മാണം ആരംഭിക്കുക, വീട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ വീടും ബ്രൈഡും ഒക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഗുണമുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് 4-ാം ഭാവമായിട്ടുള്ള കാര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വാഹനങ്ങളൊക്കെ മാറിയെടുക്കുന്ന അവസ്ഥയുണ്ടാവുക, വീടിന് മെയിൻ്റെനൻസ് വർക്കുകൾ നടക്കുക. അതുപോലെ തന്നെ സൂര്യൻ വന്ന് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള
രോഗാഷ്ഠതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടൊഴിഞ്ഞ് മാറുക. ഇങ്ങനെയൊക്കെയുള്ള ഫലസിദ്ധി ഇവിടെ തന്നെ നിലവിലുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്ക് ഗുണമുണ്ടാവുക അങ്ങനെ പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഈ ഫലം പറയണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ട് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇന്നീ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം ചെയ്യേണ്ട ദോഷപരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗണപതി ഹോമം ചെയ്യുക, കറുകമാല ചാർത്തുക, മോദകം വഴിപാട് നടത്തുക, വിഘ്നഹര സ്തോത്ര മന്ത്രം നടത്തുക, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്ത മന്ത്ര അർച്ചന നടത്തുക. ചുമന്ന പൂവ് തെറ്റിപ്പൂവൊക്കെ വെച്ചിട്ട് കുമാരസൂക്ത മന്ത്രാർച്ചന നടത്താനാണ് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പഞ്ചാമൃത അഭിഷേകം നടത്തുക, ഭസ്മം സമർപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്യാനാണ് മീനക്കൂറുകാർക്ക് ഫലം പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കുംഭക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് അടുത്തതായിട്ട് പറയുന്നത്. കുംഭക്കൂറുകാരുടെ നിലവിലത്തെ സ്ഥിതി വെച്ചാൽ ശനി വക്രത്തിലേക്ക് മാറുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള പുരോഗതിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇങ്ങോട്ടുണ്ടെന്നും ശനി വക്രത്തിലേക്ക് മാറുന്നതായിട്ടും വ്യാഴത്തിൻ്റെ മൗഢ്യം മാറുന്നതുകൊണ്ടും നേരത്തെ കുംഭക്കൂറുകാർക്ക് ഒരു വലിയ ഫലസിദ്ധി പറയുന്നുണ്ട് ജ്യോതിശാസ്ത്രപരമായിട്ട്. രാഹുവിൻ്റെ സ്ഥിതി ഇവിടെ നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ചൊവ്വയും കേതുവും ഇവിടെ നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ദോഷമായിട്ടുള്ള 2 ഗ്രഹങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ആയുർസൂക്ത പുഷ്പാഞ്ജലി ചെയ്യാനാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കുംഭക്കൂറുകാർക്ക് ആയുർസൂക്ത പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ നടത്തുക, ജലധാര നടത്തുക, കൂവളത്തിൻ്റെ മാല ചാർത്തുക, അതുപോലെ തന്നെ ഭസ്മാഭിഷേകം നടത്തുക, അതുപോലെ തന്നെ ക്ഷീരധാര ചെയ്ത് വഴിപാടുകൾ ചെയ്യാനാണ് കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്ക് പറയുന്ന ഫലസിദ്ധി. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ദോഷഫലസിദ്ധിയായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അവിട്ടത്തിൻ്റെ അരയും ചതയം പൂരുരുട്ടാതി മുക്കാലുകാർക്ക് ഇപ്പോൾ ശനി വക്രഗതിയിലേക്ക് മാറുന്നതുകൊണ്ട് ശനി നിങ്ങൾക്ക് 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചന്ദ്രൻ ഇവിടെ വരുന്നവർക്ക് ശനി 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കർമ്മരംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാമെന്നും ശമ്പള വർധനവ്, സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം ഉണ്ടാകുമെന്നും മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും പുനരാവിഷ്കരിക്കാൻ പറ്റുമെന്നും പ്രതീക്ഷിച്ച വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ഓഹരി വ്യാപാരം ചെയ്യുന്നവർക്കും അതുപോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നവർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും എല്ലാം ഗുണമുണ്ടാകുമെന്നും നമ്മുടെ ഇളയ സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി വരുമെന്നും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ധൈര്യം വർദ്ധിക്കുമെന്നും വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെയധികം മുന്നേറുമെന്നും അവർക്ക് വിദേശയാത്രാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ മാറുമെന്നും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുമെന്നും ദമ്പതികളുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി വരുമെന്നും ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും കടങ്ങൾ ഒരു പരിധി വരെ വീട്ടിൽ തീർക്കാൻ പറ്റുമെന്നും കേസുകളോ വഴക്കുകളോ നിലനിൽക്കുന്നവർക്ക് അത് തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ കാര്യങ്ങളൊക്കെ വരുമെന്നൊക്കെയാണ് കാണിക്കുന്നത്. ധാരാളമായിട്ടുള്ള യാത്രകളൊക്കെ വരുമെന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുമെന്നും ബന്ധുക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്താനുള്ള സമയമാണെന്നും എല്ലാം കുംഭക്കൂറുകാർക്ക് കാണിക്കുന്നു. അപ്പോൾ ശനിയുടെ മീനക്കൂറിൻ്റെയും ഫലം പറഞ്ഞു, കുംഭക്കൂറുകാർക്കും പറഞ്ഞു. നിങ്ങൾക്ക് കുംഭക്കൂറുകാർക്ക് വേറൊരു ഗുണഫലം ഞാൻ പറയുന്നത് 4ാം ഭാവത്തിൽ ശുക്രൻ, നിങ്ങൾ എഴുതി വെക്കുക, അവിട്ടത്തിൻ്റെ അരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്ക് യഥാർത്ഥത്തിൽ എനിക്ക് ഇങ്ങോട്ട് നോക്കി പറയേണ്ട കാര്യമില്ല. കാരണം ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ധനസ്ഥാനത്ത് ശനിയുണ്ട്. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനും കൂടിയാണ് ശനി. അത് ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നുണ്ട്. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ തടസ്സമില്ല. പക്ഷേ കേൾക്കുന്ന നിങ്ങൾക്കൊരാൾക്ക് തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകപരമായിട്ടുള്ള ദോഷം കൂടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന പ്രതിവിധികൾ ചെയ്താൽ ആ കാര്യങ്ങൾക്ക് പരിഹാരമാകും. അപ്പോൾ രാഹു നിൽക്കുന്നത് കൊണ്ട് നാഗദൈവപ്രീതി വരുത്തുക, ശിവഭഗവാന് കൂവളത്തിൻ്റെ മാല ചാർത്തുക, ആയുർസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാട് ചെയ്യുക, ഗണപതി ഹോമവും ചെയ്യുക. ഇങ്ങനെയുള്ള വഴിപാടാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഇപ്രാവശ്യം ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ഈ വരുന്ന ജൂലൈ മാസത്തിലെ ഒരു ഫലസിദ്ധി പറയുന്നത്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധിയാണ് പറയുന്നത്. പ്രതികൂലത്തിനുള്ള പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയുന്നത് മേടക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. മേടക്കൂറുകാർക്ക് നിങ്ങൾ ആദ്യം ജാതകപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ശനി വക്രത്തിൽ 12-ൽ സഞ്ചരിക്കുന്നു. 12 നിങ്ങൾക്ക് നഷ്ടസ്ഥാനമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് 7.5 കണ്ടകാല ശനിയുടെ ഒരു സമയം കൂടിയാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശനി നിങ്ങൾക്ക് ആരാണ് എന്ന് നിങ്ങൾ ആദ്യം നോക്കണം. നിങ്ങൾക്ക് ലാഭത്തിൻ്റെ അധിപനും നിങ്ങളുടെ കർമ്മത്തിൻ്റെ അധിപനുമാണ് ശനി. ചന്ദ്രാൽ നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ അധിപനും ലാഭത്തിൻ്റെ അധിപനുമാണുള്ള ശനി എന്ന് പറയുന്നത്. അപ്പം ഈ ഇദ്ദേഹം നമുക്ക് 12-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ശനി പാപഗ്രഹം ആയതുകൊണ്ട് 12-ൽ സഞ്ചരിക്കുന്നത് നമുക്ക് ഒരു പരിധിവരെ നല്ലതാണ്, ഒരു പരിധിവരെ ദോഷവുമുണ്ട്. അപ്പം മേടക്കൂറുകാർക്ക് ധനസ്ഥാനത്താൽ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കുഴപ്പമില്ല. 12 എന്ന് പറയുമ്പം പാഴ്ചെലവിൻ്റെ സ്ഥാനമാണ്. ആര്? ലാഭാധിപൻ 12-ൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ലാഭങ്ങളെ കുറയ്ക്കുക, അല്ലെങ്കിൽ കർമ്മ
കർമാധിപൻ 12 നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദേശയാത്രകളൊക്കെ വേണ്ടി വരിക, അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ ധനസ്ഥിതി നല്ലതുപോലെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വിഷയം നിലവിൽ കിടപ്പുണ്ട്. 12 നിൽക്കുന്ന ശനി 7ര ഘണ്ടകാര ശനിയാണെങ്കിലും നിങ്ങൾക്ക് ലാഭാധിപനും കർമാധിപനുമായ ശനി ആയതുകൊണ്ട് നിങ്ങൾ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വഴിപാട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ശിവന് പറഞ്ഞിരിക്കുന്ന വഴിപാട് ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാട് നടത്തുക. അതുപോലെ ഉഴുന്നുവട നിവേദ്യം, വടമാല ചാർത്തുക, വെറ്റിലമാല ചാർത്തുക, കുങ്കുമാർച്ചന നടത്തുക, നീരാഞ്ജന വിളക്ക് നടത്തുക, അതുപോലെ തന്നെ രുദ്രാഭിഷേകം നടത്തുക, രുദ്രസൂക്ത മന്ത്ര അർച്ചന നടത്തുക. ഇങ്ങനെ ചെയ്യാനാണ് ഈ പ്രാവശ്യത്തെ ഫലസിദ്ധി കാണിച്ചിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾ അനുകൂലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതികൂലത്തിൽ ഇപ്പം കാണിക്കുന്ന മേടക്കൂറുകാർക്ക് പ്രതികൂല സ്ഥാനം എന്ന് പറയുന്നത് നിലവിൽ ചൊവ്വയും കേതുവും നിങ്ങളുടെ 5ാം ഭാവത്തിലുണ്ട്. 5ാം ഭാവം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ സ്ഥാനവും സന്താനത്തിൻ്റെ സ്ഥാനവുമാണ്. മനസ്സിൽ ആകുലതകളും വ്യാകുലതകൾ വർദ്ധിക്കുക, സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പം 5ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് ചൊവ്വയും കേതുവാണ്. അപ്പം നിങ്ങൾക്ക് ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഇവർ രണ്ടുപേരുമാണ്. അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നവർ ശുക്രനും വ്യാഴവും സൂര്യനും ബുധനുമാണ്. അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന മേടക്കൂറുകാർക്ക് അത് നിങ്ങൾ എഴുതി വെക്കുക. എങ്ങനെയാ സ്ഥാനം? ധനസ്ഥാനം ശുക്രൻ, കുടുംബ സഹോദര സ്ഥാനത്ത് സൂര്യനും വ്യാഴവും, ഗൃഹം വാഹന സ്ഥാനത്ത് ബുധൻ. അത് നമുക്ക് പുറകെ ചന്ദ്രലഗ്നാധിപനെ കൊണ്ട് കൂട്ടുമ്പോൾ 3ാം ഭാവാധിപത്യം വഹിച്ചതും 6ാം ഭാവാധിപത്യം വഹിച്ചതുമായിട്ടുള്ള ബുധനായതുകൊണ്ടും ബുധൻ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ടും മറ്റ് ഗ്രഹങ്ങളുടെ ഒരു പാപഗ്രഹങ്ങളുടെ ഒന്നും ഒരു പവറിലല്ല നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ ദോഷമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അപ്പം മേടക്കൂറുകാരുടെ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഫലവും കൂടെ ഒന്ന് വായിക്കാം. സത്യത്തിൽ അത് വായിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് എന്നോട് അങ്ങനെ പറയുന്നത് കൊണ്ടും നമുക്കതൊന്ന് വായിക്കാം. മേടക്കൂറുകാർക്ക് നമുക്കിപ്പം നിങ്ങളുടെ ജാതകത്തിൻ്റെ കർമാധിപതിയായിട്ടുള്ള ശനി 12 നിൽക്കുന്നതിനാലും കർമ്മരംഗങ്ങളിൽ ചെറിയ തടസ്സങ്ങളുണ്ടാകുമെന്നും അതുപോലെ തന്നെ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് തന്മൂലം സന്തോഷാനുഭവങ്ങളുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നവരുണ്ടല്ലോ, പണം മുടക്കിയൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് അതിൻ്റെ ഒരു തടസ്സം പറയുന്നത്. 12 നിൽക്കുന്ന ശനിയുടെ ഒരു നഷ്ടഭാവം പറയുന്നത്. അതല്ല നമ്മൾ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ലെന്നും സ്ഥാനക്കയർച്ച ഉണ്ടാകുമെന്നും കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകുമെന്നും പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും ശമ്പള വർധന ഉണ്ടാകുമെന്നും ഇതുവരെ കുടിശ്ശിക കിട്ടാതിരിക്കുന്നവർക്ക് കുടിശ്ശികകളൊക്കെ കിട്ടുമെന്നും അതുപോലെ തന്നെ പെൻഷനൊക്കെ പറ്റിയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള കിട്ടുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളൊക്കെ മാറുമെന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുതിർന്ന സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം നീങ്ങി വരുമെന്നും അകൽച്ചകളെല്ലാം മാറിക്കിട്ടുമെന്നും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പറ്റുമെന്നും പുതിയ പ്രവർത്തന മേഖല കണ്ടെത്താൻ സാധിക്കുമെന്നും ആരോഗ്യകരമായിട്ടുള്ള കാര്യത്തിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്നും സന്താന കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സന്താന കാര്യത്തിൽ മനസ്സിൻ്റെ സ്ഥാനത്തുള്ള വിഷമസ്ഥിതി മാറുന്നതിനുള്ള പരിഹാരം ചെയ്യുക, നീലാഞ്ജനം വിളക്ക് നടത്തുക, ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാട് നടത്തുക. മേടക്കൂറുകാരുടെ ഫലസിദ്ധി നമ്മൾ പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇടവക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇടവക്കൂറിൽ നിൽക്കുന്നത് ആരാണ്? ശുക്രനാണ് നിൽക്കുന്നത്. ഇടവക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര നക്ഷത്രക്കാരാണ് ഇടവത്തിൽ നിൽക്കുന്നത്. ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ. നിങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തരക്കാരാണ് ഇടവത്തിലുള്ളത്. നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധനസ്ഥാനത്ത് വ്യാഴം, സൂര്യൻ. ധനം എന്ന് വെച്ചാൽ 2ാം സ്ഥാനം. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ഒന്നായിട്ട് കൂട്ടിയാൽ ഇത് 2ാം ഭാവം, ഇത് 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഭാവങ്ങളായിട്ട് കൂട്ടും. ഇടവക്കൂറുകാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത്, ലാഭസ്ഥാനത്ത് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് ധനത്തിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള കടന്നുകയറ്റം, അതുപോലെ തന്നെ ഉയർച്ച, സാമ്പത്തിക പുരോഗതി, ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാക്കും. അതുപോലെ ശുക്രൻ്റെ സ്ഥിതി ലക്ഷ്മി യോഗം സംഭവിച്ച് നിൽക്കുന്നത് കൊണ്ട് പണം വന്ന് കുമിഞ്ഞുകൂടുമെന്നാണ് പറയുന്നത്. ഇനി അതിന് തടസ്സമായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. ചില ആളുകൾക്ക് എല്ലാവരും കേൾക്കുന്നവർ കാണും, അവർക്ക് ചിലപ്പോൾ കടബാധ്യതയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇടവക്കൂറിൽ വരുന്നവരാണ്, ഇയാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും എനിക്ക് നടന്നിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ എൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഗൃഹത്തിൻ്റെയും വാഹനത്തിൻ്റെയും സ്ഥാനമായിട്ടുള്ള അവിടെ കേതു നിൽക്കുന്നു, ചൊവ്വ നിൽക്കുന്നു. അപ്പോൾ ചൊവ്വയും കേതുവും നിങ്ങൾക്ക് അവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് 12ാം ഭാവാധിപനാണ് 4ാം ഭാവത്തിൽ ഗൃഹസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ അതാ പറയുന്നത്, നിങ്ങൾക്ക് ഓരോരോ പ്രാവശ്യങ്ങളിലും ജ്യോതിഷം പറയുമ്പോൾ നിങ്ങളുടെ ഏത് ഭാവാധിപനാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഇവരോട് പറഞ്ഞല്ലോ, മേടക്കൂറുകാരോട് പറഞ്ഞു ധനസ്ഥാനത്ത് ശുക്രൻ. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു ഇടവക്കൂറുകാർക്ക് ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുക, നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. പൈസ വേണോ? പിടിച്ചോ. അപ്പോൾ നിങ്ങൾ പോയി ലക്ഷ്മി പൂജ ചെയ്യുക. താമരമുട്ടൊക്കെ ഇഷ്ടം പോലെ താമര കിട്ടുന്ന സമയം, മഴക്കാലമല്ലേ, താമരയൊക്കെ കൊണ്ടുപോയി വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിച്ച് ഒരു ശ്രീസൂക്ത മന്ത്രം കൊണ്ട് അർച്ചനയൊക്കെ നടത്തി ഒരു പുഷ്പാഞ്ജലിയൊക്കെ നടത്തി നോക്കിക്കോ.
നിങ്ങൾക്ക് എന്തെങ്കിലും ധനതടസ്സം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതങ്ങ് നീങ്ങിക്കിട്ടും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഇപ്പോൾ ചൊവ്വയും കേതുവും നിൽക്കുന്നതുകൊണ്ട് ഹേതുവില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, കലഹങ്ങൾ, വിഷമസ്ഥിതികൾ, ദുഃഖങ്ങൾ, വഴക്കുകൾ, അതുപോലെ തന്നെ മുറിവ് ചതവുകളൊക്കെ ഉണ്ടാകാനും വാഹനം കൊണ്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെ പറ്റിയൊരു സമയമാണ് ആർക്ക്? ഇടവക്കൂറുകാർക്ക്. ഫലസിദ്ധി കാര്യമായിട്ട് ഗുണം പറയുന്നുണ്ട്. ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്, ധനസ്ഥാനത്ത് സൂര്യൻ നിൽക്കുവാണ്, ശുക്രൻ കൂടെ തന്നെയുണ്ട്. എങ്കിലും 4-ാം ഭാവത്തിലെ ദോഷം നിൽക്കുന്നത് കണ്ടോ. ഇത് നിങ്ങൾ ജ്യോതിഷപരം നോക്കുന്നവരെല്ലാം ഇത് മനസ്സിലാക്കണം. അല്ലാതെ ജ്യോതിഷം പറയുക ഈ മാസം നല്ലതാണ്, സാമ്പത്തിക പുരോഗതി ഉണ്ടാകും, ധനം കിട്ടും, അങ്ങനെ ഇങ്ങനെ ലോട്ടറി ഭാഗ്യം ഉണ്ടാകും, എനിക്ക് വേണേൽ 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും, സുഖമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഈ ഫോണിലോട്ടൊന്നും നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് കുറേ ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫലസിദ്ധി അങ്ങ് പറഞ്ഞാൽ പോരായോ ചോദിക്കുന്നുണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളോട് പറയേണ്ട ഇതാണ്. ഇടവക്കൂറുകാരിൽ വരുന്ന ആരെയാണ്? കാർത്തിക മുക്കാൽ, രോഹിണി, മകേര തരക്കാർ മനസ്സിലാക്കണം. എൻ്റെ ലഗ്നത്തിൽ ജന്മഭാവത്തിൽ ആര് നിൽക്കുന്നു? ശുക്രൻ നിൽക്കുന്നു അനുകൂലമായിട്ട്. എനിക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സൂര്യനും നിൽക്കുന്നു. എനിക്ക് 3-ാം ഭാവമായിട്ടുള്ള കുടുംബ സഹോദര സ്ഥാനത്ത് ബുധൻ നിൽക്കുന്നു. 4-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും. ഇതാണ് നിങ്ങളുടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. 1. രണ്ടാമത്തെ പ്രശ്നം ഇതാണ്, രാഹു. ഇത് നിങ്ങളുടെ കേന്ദ്രഭാവം എന്ന് പറയും. 4-ാം ഭാവവും 10-ാം ഭാവവുമാണ്. 10-ാം ഭാവം കൊണ്ട് എന്തോ ചിന്തിക്കുന്നത്? കർമ്മവും തൊഴിലുമാണ് ചിന്തിക്കുന്നത്. അവിടെ രാഹു നിൽക്കുകയാണ്. രാഹു നിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? പ്രതികൂല സ്ഥാനം പറയും. ശുക്രൻ നിൽക്കുന്നതിൻ്റെ ഗുണമോ വ്യാഴം നിൽക്കുന്നതിൻ്റെ ഗുണമോ ബുധൻ നിൽക്കുന്നതിൻ്റെ ഗുണമോ ഒന്നും നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടത്തില്ല. പാപഗ്രഹങ്ങൾ കർമ്മസ്ഥാനത്ത് 4-ാം ഭാവത്തിൽ നിൽക്കുമ്പം മറ്റ് ഈ കാണുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹരിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രശ്നത്തിനുള്ള പരിഹാരം അടുത്തതായിട്ട് പറയാൻ പോയി ഇടവക്കൂറുകാർക്ക് നമുക്ക് പറയുന്നത്, നിങ്ങൾക്ക് കർമ്മരാശിയിൽ രാഹു സഞ്ചരിക്കുന്നതായിട്ടും 4-ാം ഭാവത്തിൽ ഗൃഹം വാഹനസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതിയുള്ളതിനാലും നിങ്ങൾക്ക് കർമ്മപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. കർമ്മമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണം മുടക്കി ചെയ്യുന്ന ബിസിനസ്സുകളിലൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ലാഭം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളും, ലാഭസ്ഥാനത്ത് ശനിയുടെ സ്ഥിതി വളരെ നല്ലതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും പുതുതായിട്ട് പണം മുടക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആ കാര്യത്തിനുള്ള ശ്രദ്ധ ആദ്യം കൊടുത്തതിന് ശേഷമേ നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്കുള്ള ശ്രദ്ധ കൊടുക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ തെറ്റാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിച്ച് കൊണ്ടുപോവുക. ദമ്പതികളുടെ ഇടയിലും ഗൃഹത്തിൽ നിങ്ങൾക്ക് കലഹങ്ങളും അസ്വാരസ്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. രോഗങ്ങൾ, കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ എന്ത് പറ്റും? സ്വസ്ഥത ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല. അപ്പോൾ എന്ത് പറ്റും? വഴക്കുണ്ടാകുക, ചിലർ മദ്യപാനത്തിലേക്ക് പോവുക, അങ്ങനെ പണം നഷ്ടം വരുന്നു, ജോലിക്ക് പോകാതിരിക്കുന്ന നഷ്ടം വരുന്നു. അതുപോലെ തന്നെ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? കുറച്ചായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്ന പൈസ, സ്വർണ്ണമൊക്കെ ആയിട്ട് പൈസയൊക്കെ മാറ്റി വെച്ചേക്കുന്നവർ കൊണ്ട് പണയം വെച്ചേക്കേണ്ട അവസ്ഥ വരികയും ആശുപത്രി കൊണ്ട് ബില്ലടയ്ക്കേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നേറാനാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് പ്രതികൂലാവസ്ഥയെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ട്, എന്ത് പരിഹാരം ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യും? അതും ചെയ്യത്തില്ല. 4-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും നിൽക്കുന്നതിനാൽ നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രധാനമായിട്ട് നാഗദൈവത്തിൻ്റെ സർപ്പസൂക്ത പുഷ്പാഞ്ജലി 100 പാലും കമുകം പൂക്കല കിട്ടുന്നെങ്കിൽ അത് സമർപ്പിക്കുക. അതുപോലെ തന്നെ സർപ്പദോഷ ശാന്തിക്കായിട്ടുള്ള രാഹുർദോഷ ശാന്തി വഴിപാട് ചെയ്യുക. നാഗപ്രീതി വരുത്തി പ്രാർത്ഥിക്കാനാണ് ഇടവക്കൂറുകാർക്ക് ദോഷപരിഹാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സുബ്രഹ്മണ്യന് നിങ്ങൾക്ക് 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ 31 നാരങ്ങയ്ക്ക് ഒരു മാല ചാർത്തി പൂജിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനാണ് ദോഷപരിഹാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വേറെ ആരും നിങ്ങൾക്ക് ദോഷസ്ഥാനത്ത് നിൽപ്പില്ല എന്ന് വെച്ച് രാഹുകേതുക്കളും എല്ലാം ദോഷമാണെന്നല്ല പറഞ്ഞു തരുന്നത്. ആ പറയുന്ന കാര്യം അവർക്ക് കേന്ദ്രഭാവങ്ങളിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ കർമ്മത്തിലും 10-ലുമായിട്ടാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് മിഥുനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജന്മരാശിയായിട്ടുള്ള നക്ഷത്ര രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന ജന്മരാശിയിൽ വ്യാഴം മൗഢ്യം മാറാൻ പോകുന്നു. ജൂലൈ മാസം 7-ാം തീയതി. സൂര്യൻ നിങ്ങൾക്ക് 3-ാം ഭാവാധിപനാണ്. അതിപ്പം ജന്മത്തിൽ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം ഇനി ധനസ്ഥാനത്തോട്ട് മാറാൻ പോവുകയാണ് ഈ വരുന്ന 15/7/2025. അപ്പം നിങ്ങൾക്ക് പ്രതികൂലാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കർമ്മരാശിയിൽ ശനി നിൽപ്പുണ്ട്. ശനി നിങ്ങൾക്ക് ആരാണ് നിങ്ങൾ ആദ്യം കണ്ടെത്തണം. നിങ്ങൾക്ക് ശനി അഷ്ടമാധിപനും ഭാഗ്യാധിപനും കൂടിയാണ്. ആർക്ക്? മിഥുനക്കൂറുകാർക്ക്, ചന്ദ്രൻ ഇവിടെ വരുന്നവർക്ക്. അപ്പം നിങ്ങളുടെ അഷ്ടമാധിപനും ഭാഗ്യാധിപനുമാണ്. അഷ്ടമാധിപനെ കൊണ്ട് നമുക്ക് ദോഷങ്ങളുണ്ടാകുമെന്നും എന്നാൽ ഭാഗ്യാധിപനെ കൊണ്ട് നമുക്ക് എപ്പോഴും ലാഭം ഉണ്ടാകുമെന്നാണ്, ഗുണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ ആൾ നമുക്ക് കർമ്മത്തിൽ നിൽക്കുമ്പോൾ ഫലം പറയുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലസിദ്ധിയാണ് പറയുന്നത്.
അപ്പം നമുക്ക് മൂന്നാം ഭാവമായിട്ടുള്ള സ്ഥലത്ത് ചൊവ്വയും കേതുവും നിൽക്കുന്നത് നമുക്ക് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നല്ലതല്ല. മിഥുനക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി മൂലം നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് 8 അതുപോലെ തന്നെ നിങ്ങൾക്ക് അഷ്ടമാധിപനും 9-9 8ഉം 9ഉം ഭാവത്തിൻ്റെ അധിപനെന്ന് പറയും. 8 കൊണ്ട് ആയുഷ്, അതുപോലെ തന്നെ അഷ്ടമം സ്ഥാനം നമുക്ക് ഗുണകരമായ ഒരു സ്ഥാനമല്ല. അപ്പം അഷ്ടമാധിപത്യം വഹിക്കുന്ന ശനിയും ഭാഗ്യാധിപത്യം വഹിക്കുന്ന ശനിയുമായിട്ടുള്ള ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി വരുമെന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ കാരണം ശനിയുടെ വക്രത്തിലേക്കുള്ള മാറ്റം നിങ്ങൾക്ക് നല്ലതാണ് എന്നാണ്. കർമ്മ സംബന്ധമായിട്ട് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി വരും. കർമ്മരംഗത്ത് സ്ഥലം മാറ്റം ഉണ്ടാകാനും പുതിയ സമൂഹത്തിൽ നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ മേലധികാരികളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സസ്പെൻഷനിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടൊഴിഞ്ഞ് മാറുമെന്നും തൊഴിൽ രംഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുമെന്നും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി വരുമെന്നും യാത്രാക്ലേശം മാറിക്കിട്ടുമെന്നും യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്നും കടബാധ്യതകൾ കുറഞ്ഞു വരുമെന്നും ശത്രുശല്യം കുറയുമെന്നും വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തരപ്പെടുമെന്നും ഉല്ലാസയാത്രകളൊക്കെ പോകാൻ സാധിക്കുമെന്നും വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകുമെന്നും മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും നമുക്ക് പുനരാവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലസിദ്ധി നമുക്ക് കിട്ടുമെന്നും ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനമായാലും നിശ്ചിത സമയത്തിനുള്ളിൽ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും സഹോദരങ്ങളുമായി അകന്നു കഴിയുന്നവർ അവരുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും ആരോഗ്യം തൃപ്തികരമായിരിക്കുമെന്നും നമുക്ക് പറയുന്നുണ്ട്. പല വിധത്തിലുള്ള അസ്വസ്ഥതകൾക്കും ഒരു ശമനം കിട്ടുന്ന ഒരു സമയമാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് നമുക്കിപ്പോൾ മിഥുനക്കൂറുകാരുടെ കാര്യമുണ്ടോ പറയുന്നത്. ശനിയുടെ വക്രഗതി കൊണ്ടും വ്യാഴത്തിൻ്റെ മൗഢ്യം മാറുന്നത് കൊണ്ടും നിങ്ങൾക്ക് പറയുന്ന അനുകൂല സ്ഥിതി പറയുന്നുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ട് ദോഷപരിഹാരമായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇവർക്ക് പറഞ്ഞതുപോലെ തന്നെ രാഹു തന്നെയും കേതുവും തന്നെയാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഭാഗ്യാധിപൻ കർമ്മത്തിലാണെങ്കിലും ഭാഗ്യസ്ഥാനത്ത് രാഹു അതുപോലെ തന്നെ കേതു നിൽക്കുന്നത് കൊണ്ട് ഏത് ഭഗവാനാണ് പരിഹാരം പറയുന്നത്? രക്തചാമുണ്ടിക്കാണ് പ്രധാനമായിട്ട് പരിഹാരം പറയുന്നത്. ചൊവ്വ നിൽക്കുന്നുണ്ട്, രക്തചാമുണ്ടിക്കാണ് വഴിപാട് പറയുന്നത്. ചെത്തി ചെമ്പരത്തി തുടങ്ങിയ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് ഭദ്രകാളിക്ക് അഷ്ടോത്തര അർച്ചന അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി നടത്താനും ലളിതാ സഹസ്രനാമ അർച്ചന നടത്താനും അതുപോലെ തന്നെ കടുംപായസം കൂട്ടുപായസം നടത്താനും അതുപോലെ തന്നെ ശത്രുദോഷം വിട്ടൊഴിഞ്ഞ് മാറുന്നതിനും രോഗദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞ് മാറാനും നമുക്ക് ഭാഗ്യസ്ഥാനത്തേക്കുന്ന രാഹുവിൻ്റെ സ്ഥിതിയിൽ നമുക്ക് കുറച്ച് ദുരിതങ്ങൾ പിതാവിനൊക്കെ രോഗങ്ങളൊക്കെ വരാനും പിതൃ സംബന്ധമായിട്ടുള്ള കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും കുടുംബപരമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും അപ്പോൾ പൊതുവെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സമയമുള്ളതുകൊണ്ടും നിങ്ങൾ രാഹുകേതുക്കൾക്കുള്ള വഴിപാട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഭദ്രകാളിക്കുള്ള വഴിപാട് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗണപതിക്ക് കർഗ ഹോമം നടത്തുക, കർഗമാല ചാർത്തുക, മോദകം, ഉണ്ണിയപ്പം, വിഘ്നഹര സ്തോത്രമൊക്കെ ചെയ്യാനാണ് നമുക്ക് പ്രശ്നത്തെ വശം കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ബുധൻ നിൽക്കുന്നവരാരൊക്കെയാണ്? പുണർദത്തിൽ മുക്കാലും പൂയോ ആയില്യം നക്ഷത്രക്കാരാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ധനസ്ഥാനത്ത് കേതു നിൽപ്പുണ്ട്. ചൊവ്വയ്ക്ക് ഇപ്പോൾ മാറ്റം വരാൻ പോകുന്നുണ്ട്, അത് നല്ലതാണ്. ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ കേതു ധനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ദുരിതങ്ങളും നിങ്ങൾക്ക് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വ്യാഴം 12ലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് ശുക്രനുണ്ടെന്നും ഭാഗ്യസ്ഥാനത്ത് ശനിയുണ്ടെന്നും. അപ്പോൾ ശനി ഭാഗ്യസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതീവ ഗുണഫലം ഉണ്ടാകുന്നുണ്ട്. വ്യാഴം 12 നിൽക്കുന്നാലും ഉള്ള ദോഷങ്ങളെ പരിഹരിക്കുമെന്നും ധനസ്ഥാനത്ത് കേതു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ ദോഷങ്ങൾ പരിഹരിക്കുമെന്നും കർക്കിടകക്കൂറുകാർക്ക് ശനി നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്തും അതുപോലെ തന്നെ ധനസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും പുതിയ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും നടക്കുമെന്നും ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുമെന്നും വിദേശത്ത് ജോലിക്കായി പോകാനിരിക്കുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ റെഡിയാകുമെന്നും വരുമാന സ്രോതസ്സുകൾ തുടർന്നു വരുമെന്നും പുതിയ ധനാഗമം ഉണ്ടാകുമെന്നും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ആദായം ഉണ്ടാകുമെന്നും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പുനരാവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുമെന്നും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി ധാരാളം കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമെന്നും കുട്ടികളിൽ നിന്ന് നമുക്ക് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും അവരുടെ മേന്മ കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുമെന്നും അവരെ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ അവരെ ഓർത്ത് അഭിമാനിക്കാനിടയാകുമെന്നും ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ തൃപ്തികരമായിരിക്കുമെന്നും ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹാരമാകുമെന്നും രോഗശമനം ഉണ്ടാകുമെന്നും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ധനപരമായിട്ടുള്ള പ്രശ്നം നിൽക്കുന്നത് ചൊവ്വയും കേതുവായിട്ട് ധനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്.
അതുപോലെ തന്നെ രാഹു അഷ്ടമസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുന്നത് കർക്കിടകക്കൂറുകാർക്ക് വളരെയധികം നല്ല ഗുണഫലമാണ് കാണിക്കുന്നത്. വ്യാഴം 12 നിൽക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണുവിന് തുളസി തെറ്റി അല്ലെങ്കിൽ താമര കൊണ്ട് അർച്ചന ചെയ്യുക, വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുക, ശ്രീ സൂക്ത മന്ത്ര അർച്ചന ചെയ്യുക, ശ്രീ സൂക്തം. അതുപോലെ തന്നെ സുദർശന ഹോമം ചെയ്യാനാണ് കർക്കിടകക്കൂറുകാരോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത്രയും ദോഷങ്ങൾ വ്യാഴം 12 നിൽക്കുമ്പോൾ സുദർശന ഹോമം തന്നെ ചെയ്യണം. അപ്പോൾ സുദർശന ഹോമം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ഹോമം ചെയ്യേണ്ട കാര്യമില്ല. ഗണപതി ഹോമം ചെയ്തതിന് ശേഷം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ വരായ പരം പുരുഷായ എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ സുദർശന ഹോമം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നത്, ചിങ്ങക്കൂറുകാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമല്ല. കാരണം ശനി അഷ്ടമരാശിയിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. അതുകൊണ്ടൊരു ഗുണഫലം പറയാനൊക്കത്തില്ല. നിങ്ങൾക്ക് വ്യാഴം നിങ്ങൾക്ക് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജന്മത്തിൽ കേതു ഉണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റും. ജന്മത്തിൽ ചൊവ്വയുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റും. ചൊവ്വ നമുക്ക് ജന്മത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. ശനി അഷ്ടമത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണം വക്രത്തിൽ പോയാലും അല്ലാതെ പോയാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗുണം ശനിയെ കൊണ്ട് നമുക്ക് കിട്ടത്തില്ല. കാരണം ശനി അഷ്ടമത്തിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് പ്രധാനമായിട്ടൊരു കാര്യം, കർമ്മസ്ഥാനത്ത് ശുക്രൻ, ലാഭസ്ഥാനത്ത് വ്യാഴം, ലാഭസ്ഥാനത്ത് സൂര്യൻ. ഇനി നിങ്ങൾക്ക് 12 വരാൻ പോകുന്നുണ്ട്. ഈ വരുന്ന ജൂലൈ മാസം 15-ാം തീയതിയോടുകൂടി ഇവിടോട്ട് കർക്കിടകത്തിലേക്ക് സൂര്യൻ്റെ രംഗപ്രവേശം വരുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനും കൂടെ ആയതുകൊണ്ട് 12 വരുന്നതുകൊണ്ട് നമുക്ക് ദോഷമില്ല. നമുക്ക് ഇതിനകത്ത് നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ഫലസിദ്ധി എന്താണെന്ന് പറഞ്ഞുതരാം. ചിങ്ങക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മവിശ്വാസം നല്ലതുപോലെ ഉണ്ടാകുമെന്നും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ പറ്റുമെന്നും അതുപോലെ തന്നെ കേസ് വഴക്കുകൾ ഉണ്ടായിരുന്നവർക്ക് അവയ്ക്കെല്ലാം പരിഹാരം കാണാൻ പറ്റുമെന്നും വീട് മാറി നമുക്ക് താമസിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമായിട്ട് വരുന്ന സമയമാണെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശയാത്രയ്ക്കും പോകാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമുണ്ടാകുമെന്നും ഭാര്യാഭർത്താക്കന്മാരുടെ പിണക്കങ്ങളെല്ലാം മാറി അവർ ഒന്നിച്ചു വരുമെന്നും വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണെന്നും അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുമെന്നും അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ടുള്ള വ്യാപാരം കാര്യങ്ങൾ അതുപോലെ തന്നെ കരാറുകളിലൊക്കെ ഏർപ്പെടുന്നതിനൊക്കെ നല്ലതാണെന്നും ഭൂമി യോഗം, ഭൂമി വിൽപ്പന, ഭൂമി വാങ്ങൽ കൊടുക്കൽ ഇതിനൊക്കെ അനുകൂലമാണെന്നും നമുക്ക് ശത്രുശല്യങ്ങളൊക്കെ കുറഞ്ഞു വരുമെന്നും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ നമുക്ക് കുറച്ച് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ദേഹം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്, കേതുവിൻ്റെ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട്. അപ്പം ദോഷപരിഹാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള പരിഹാരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗദൈവപ്രീതി വരുത്തുക, സുബ്രഹ്മണ്യന് നാരങ്ങാമാല ചാർത്തി പ്രാർത്ഥിക്കുക, ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിൽ നാഗപ്രീതിക്കുള്ള വഴിപാടുകൾ ചെയ്യുക, നീലാഞ്ജനം വിളക്ക് കത്തിക്കുക. ഇത്രയും വഴിപാടുകളാണ് ചിങ്ങക്കൂറുകാർക്ക് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലസിദ്ധി എന്താണെന്ന് നോക്കാം. ശനി അവർക്ക് 7-ാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെയധികം നല്ലതാണെന്നും കർമ്മരാശിയിൽ വ്യാഴവും സൂര്യനും നിൽക്കുന്നത് കർമ്മരാശിയിൽ എന്ന് വെച്ചാൽ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നല്ലതാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ നേരെ 10-ാം ഭാവത്തിലോട്ട് പോവുക. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ഇതുണ്ട്. കർമ്മഭാവം എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നവരെന്തോ ഇങ്ങനെ ഇയാൾ കൈ കാണിക്കുന്നു എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കർമ്മഭാവം എന്ന് വെച്ചാൽ വ്യാഴം സൂര്യൻ നിൽക്കുന്ന 10-ാം ഭാവമാണ്. കന്നിക്കൂറുകാർക്ക് 10 ഇതാണ്. നിങ്ങളുടെ ലഗ്നം ഇതാണ്, 1 ഇതാണ്. കന്നിക്കാർക്ക് ലഗ്നം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മനസ്സിലാക്കുക, ലഗ്നം കൊണ്ട് ദേഹം, 2 കൊണ്ട് ധനം, 3 കൊണ്ട് കുടുംബം, 4 കൊണ്ട് ഗൃഹം വാഹനം, 5 കൊണ്ട് സന്താനം മനസ്സ്, 6 കൊണ്ട് ശത്രു രോഗം, 7 കൊണ്ട് ഭാര്യ ഐശ്വര്യസ്ഥാനം, 8 കൊണ്ട് ആയുസ്, 9 കൊണ്ട് ഭാഗ്യം, 10 കൊണ്ട് തൊഴിൽ, 11 കൊണ്ട് ലാഭം, 12 കൊണ്ട് നഷ്ടം. ഇങ്ങനെയാണ് ജ്യോതിഷത്തിൽ ഫലം പറയുന്നത്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ മേടക്കൂറുകാർ നിങ്ങളുടെ 1 ഇതാണെന്ന് മനസ്സിലാക്കണം, ഇടവക്കൂറുകാർക്ക് 1 ഇതാണെന്ന് മനസ്സിലാക്കണം, മിഥുനക്കൂറുകാർക്ക് 1 ഇതാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ 1 കഴിഞ്ഞാൽ 2 ഇത്, 3 ഇത്, 4, 5. ഇടവക്കൂറുകാർക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇവിടെ വരും. മേടക്കൂറുകാർക്ക് 1 ആവുന്നത് ശുക്രക്കാരന് 12 ആവും. മിഥുനക്കൂറുകാർക്ക് ഇവർക്ക് ഇത് 12 ആവും. കർക്കിടകക്കൂറുകാർക്ക് ഇത് 12 ആവും. ചിങ്ങക്കൂറുകാർക്ക് ഇത് 12 ആവും. അപ്പം നിങ്ങൾ 2, 3, 4. അപ്പം ഞാൻ ഈ പറയുന്നത് സ്പീഡിൽ പറഞ്ഞെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പതുക്കെ ഒന്ന് പറഞ്ഞ് എഴുതി വെക്കണം. 1 കൊണ്ട് ദേഹം, 2 കൊണ്ട് ധനം, 3 കൊണ്ട് കുടുംബം, 4 കൊണ്ട് ഗൃഹം വാഹനം, 5 കൊണ്ട് മനസ്സ് സന്താനം, 6 കൊണ്ട് ശത്രു രോഗം. അങ്ങനെ എഴുതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. കന്നിക്കൂറുകാർക്ക് പ്രധാനമായിട്ട് 12-ൽ നിൽക്കുന്ന ചൊവ്വ നേരെ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. അഷ്ടമാധിപനും അതുപോലെ തന്നെ നിങ്ങൾക്ക് 3-ാം ഭാവാധിപനുമാണ്. നിങ്ങൾക്ക് ഒരു ഗുണം എന്ന് പറയാൻ പറ്റത്തില്ല. ചൊവ്വയുടെ മാറ്റം നമുക്ക് അത്ര ഗുണമല്ല. 12-ൽ നിൽക്കുന്ന കേതു
നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന കേതു നമുക്ക് ഗുണകരമല്ല. രണ്ട് കാര്യങ്ങളെ കൊണ്ട് ഗുണമല്ല. നിങ്ങൾക്ക് പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ, കർമ്മസ്ഥാനത്ത് വ്യാഴവും സൂര്യനും നിൽക്കുന്നതാണ് കന്നിക്കൂറുകാരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. നിങ്ങളുടെ 7ാം ഭാവത്തിൽ ശനി നിൽപ്പുണ്ട്, 6ൽ രാഹു നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ആരാണ് ശനി എന്ന് നോക്കാം. നിങ്ങൾക്ക് ശനി നേരെ 5ാം ഭാവാധിപൻ, മനസ്സിൻ്റെ സന്താനത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി, 6ാം ഭാവം ശത്രുവും രോഗത്തിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി നിങ്ങൾക്ക് എവിടെ നിൽക്കുന്നു? 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനിയെക്കൊണ്ട് ഗുണം പറയാൻ പറ്റത്തില്ല. ഗുണദോഷ സമ്മിശ്രം മാത്രമേ ശനിയെക്കൊണ്ട് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കൊണ്ട് ഗുണമായിട്ട് പറയാൻ പറ്റുന്നത് ശുക്രനും വ്യാഴവുമാണ് ഏറ്റവും വലിയ ഗുണം പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ ശനിയുടെ വക്രത്തിലൊക്കെയുള്ള മാറ്റം നിങ്ങൾക്ക് കന്നി രാശിക്കാർക്ക് 7ാം ഭാവത്തിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെല്ലാം പരിഹാരമാകുന്നു. എങ്കിൽ രാഹു 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതല്ലെന്നും ഒക്കെയാണ് അതിൻ്റെ ഫലസിദ്ധി. എന്നാൽ ഭാഗ്യമാണല്ലോ എല്ലാത്തിൻ്റെ അതുപോലെ തന്നെ കർമ്മം, തൊഴിൽ സ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും വളരെയധികം അനുകൂലമായിട്ടുള്ള കാര്യമാണെന്നും അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ കുറയ്ക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ, രോഗാഷ്ഠതകൾക്കൊക്കെ പണം ചിലവാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ചെയ്യുക. അപ്പം ശത്രു, കടം, രോഗം എന്നിവയെ സൂചിപ്പിക്കുന്ന അവസ്ഥ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഒരു പരുവത്തിലുണ്ടാകും. എങ്കിലും നിങ്ങളുടെ ഗുണഫലം ഞാൻ പറഞ്ഞു. ദോഷത്തിനുള്ള പരിഹാരം എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. പൂർവികമായിട്ടുള്ള സ്വത്തുകളൊക്കെ വന്നു ചേരുമെന്നും കേസ് വഴക്കുകൾക്കൊക്കെ എല്ലാവരും പരിഹാരമാകുമെന്നും അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നതിനെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്നും ജീവിത പങ്കാളിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുമെന്നും ദമ്പതികളുടെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ശനി വക്രത്തിലേക്ക് മാറുന്നതുകൊണ്ട് പരിഹരിക്കപ്പെട്ടു വരുമെന്നും അകലാനായി നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ പോലും ഒന്നിച്ചു വരുമെന്നും ഇളയ സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് മാറി വരുമെന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നും വിദേശയാത്രാ സംബന്ധമായിട്ട് വേണ്ടിയിട്ട് കാനഡ, UK അതുപോലുള്ള ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് അതിന് മാറ്റം ഉണ്ടാകുമെന്നും ശത്രുദോഷങ്ങളൊക്കെ കുറഞ്ഞു വരുമെന്നും സന്തോഷം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഈ മാസങ്ങളിൽ വന്നു ചേരും എന്ന് തന്നെയാണ് കന്നിക്കൂറുകാർക്ക് പറയുന്നത്. ഇപ്പോൾ കന്നിക്കൂറുകാർക്ക് ദോഷസ്ഥാനത്ത് നിൽക്കുന്ന 12ാം ഭാവം നിങ്ങളൊന്ന് അടയ്ക്കുക, 6ാം സ്ഥാനവും ഒന്ന് അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്ത്? 6ാം ഭാവം വെച്ചാൽ രോഗത്തെ കൊണ്ട് ശ്രദ്ധിക്കുക. ചെറിയ രോഗങ്ങളാണെങ്കിൽ അപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന ചികിത്സകളും കാര്യങ്ങളും ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ചിലവ് വരിക, യാത്ര പോവുക, അല്ലെങ്കിൽ നമ്മളൊന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ൽ കേതു നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും ധനനഷ്ട സാധ്യത അവിടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തുലാക്കൂറുകാരുടെ പറയുന്നത് അവർക്ക് ശനി വക്രത്തിലോട്ട് വരുന്നുണ്ട്. ഈ 2 കൂറുകാർക്കും വലിയ ഗുണമില്ല. കാരണം ഇവർക്ക് ശനി നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ശനി വക്രത്തിലേക്ക് മാറി വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണം പറയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഒരു ശുക്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ളത് സൂര്യനും വ്യാഴവുമാണ്. ആർക്ക്? തുലാക്കൂറുകാർക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ഇതാണ്, സൂര്യനും വ്യാഴവും. അപ്പോൾ ശുക്രൻ നിങ്ങൾക്ക് അഷ്ടമത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ശനി 6ലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. രാഹു 5ലാണ്. ബുധൻ കർമ്മത്തിലുണ്ട്. ബുധൻ കർമ്മത്തിലുള്ളത് നിങ്ങൾക്ക് നല്ലതാണ്. ഭാഗ്യാധിപനാണ് ബുധൻ. നിങ്ങളുടെ തുലാക്കൂറുകാരുടെ ഭാഗ്യത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ കർമ്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മമേഖലയിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ബിസിനസ് ചെയ്യുന്നവർക്കൊന്നും പ്രശ്നം വരുന്നില്ല. ഭാഗ്യസ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യം കൊണ്ടും കുഴപ്പമില്ല. നിങ്ങൾക്കുള്ള പ്രശ്നം വെച്ചാൽ 7ാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുടുംബപരമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകാനും ഭാര്യയുമായിട്ട് പിണക്കങ്ങളുണ്ടാകാനും കുടുംബകലഹങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകാനും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറുകാർക്ക് പറയുന്നുണ്ട്. 6ാം ഭാവത്തിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് രോഗങ്ങൾക്ക് കുറവ് വരുമെന്ന് പറയുന്നുണ്ട്. രോഗങ്ങൾ, അരിഷ്ടതകൾ, ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറവ് വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 11ാം ഭാവാധിപനാണ് നിങ്ങൾക്ക് എവിടെ നിൽക്കുന്നത്? ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം അത് നല്ലതാണ്. ലാഭാധിപൻ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. തുലാക്കൂറുകാർക്ക് നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് ആരുണ്ട്? ചൊവ്വയുണ്ട്, കേതുവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധനത്തിൻ്റെ അധിപനും ഭാര്യ ഐശ്വര്യത്തിൻ്റെ അധിപനുമാണ് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ചൊവ്വ. പക്ഷേ അവിടെ കേതുവിൻ്റെ സ്ഥിതി ഇച്ചിരി ശക്തി കൂട്ടും. കേതുവും കൂടെ ചൊവ്വയുടെ അടുത്ത് വരുമ്പോൾ ആൾ ഇച്ചിരിയുടെ കൂടും. അതായത് തീക്കകത്ത് നമ്മൾ പെട്രോൾ ഒഴിക്കുന്ന പോലെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ച് ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ആളാരാണ്? കേതുവാണ്. നിങ്ങൾക്ക് രാഹുവും കൂടെ നിങ്ങളുടെ 1, 2, 3, 4, 5 മനസ്ഥാനത്ത് നിൽപ്പുണ്ട്. 6ാം ഭാവത്തിൽ ആര് നിൽപ്പുണ്ട്? ശനി നിൽപ്പുണ്ട്. ശുക്രൻ അനുകൂല സ്ഥാനത്തല്ല, പ്ലസ് പോയിൻ്റായിട്ട് ഇതാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഫലസിദ്ധി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നോക്കേണ്ട കാര്യമില്ല. തുലാക്കൂറുകാർക്ക് ഈ പറയുന്നത് പോലെ തന്നെ കർമ്മരംഗത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളതായിട്ടും സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടാകാം. വസ്തുപരമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യുമ്പോൾ ഇടപാടുകൾ വളരെയധികം കൃത്യതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്.
വസ്തു സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നേട്ടമായിട്ട് വരുമെന്നും പുതിയ വാഹനങ്ങൾ മാറിയെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നും വീടിന് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു തീർക്കാനുള്ള യോഗമുണ്ടെന്നും കർമ്മരംഗത്ത് നമുക്ക് ശത്രുക്കളായിട്ടുള്ള നിൽക്കുന്ന ആളുകൾക്കൊക്കെല്ലാം ഒരു മാറ്റം വരാനുള്ള സാധ്യതയുള്ളതായിട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക് മെച്ചം ഉണ്ടാകുമെന്നും സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം ഉണ്ടാകുമെന്നും വാക്കുകളെ നിയന്ത്രിക്കണമെന്നും ദേഷ്യത്തെ നിയന്ത്രിക്കണമെന്നും പറയുന്നുണ്ട്. ജീവിത പങ്കാളിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് കൊടുക്കാതെ ഒരു പരുവത്തിനെല്ലാം കൈകാര്യം ചെയ്തു പോകണമെന്നാണ് പറയുന്നത്. രോഗാവസ്ഥയ്ക്ക് ശമനം ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് വിജയം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ നമ്മളെ നേരത്തെ അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്ന പല ആളുകൾക്കും നമ്മളെ അംഗീകരിച്ച് വരാനുള്ള സാധ്യതയുണ്ടെന്നും കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാ വിധത്തിലുള്ള അസ്വാരസ്യങ്ങളും കേസ് വഴക്കുകളും എല്ലാം രമ്യമായിട്ട് തന്നെ പരിഹരിക്കാൻ സാധ്യതയുണ്ടെന്നും കടം കൊടുത്തത് ഒരു പരിധിവരെ ഒക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുള്ളതായിട്ടും വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മുന്നേറ്റം ഉണ്ടാകുമെന്നും ഒക്കെ പറയുന്ന ഒരു സമയമാണെന്നാണ് നമുക്ക് ജ്യോതിശാസ്ത്രപരമായിട്ട് തുലാക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് വലിയൊരു ഗുണഫലമാണ് ശനിയുടെ വക്രത്തിലേക്കുള്ള മാറ്റത്തെ കൊണ്ട് പറയുന്നത്. കാരണം നിങ്ങളുടെ 3-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനുമായിട്ടുള്ള ശനി നിങ്ങൾക്ക് 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പം വക്രത്തിലേക്കുള്ളൊരു മാറ്റം വരുന്നത് നിങ്ങൾക്കൊരു ഗുണമാണ്. അതുകൂടാതെ ശുക്രൻ ബലവാനായിട്ട് നിങ്ങൾക്ക് 7-ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്, അതും വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് വ്യാഴം അഷ്ടമത്തിലാണെന്നും സൂര്യൻ നിങ്ങൾക്ക് അഷ്ടമത്തിലാണെന്നും മനസ്സിലാക്കണം. നിങ്ങളുടെ കർമാധിപതിയായിട്ടുള്ള സൂര്യനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കർമാധിപതി അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ കർമ്മത്തിൽ നിന്ന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും കർമ്മത്തിൽ ദോഷങ്ങൾ ഉണ്ടാകുന്നതിനും കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കേതുവാണെന്നും ചൊവ്വയാണെന്നും മനസ്സിലാക്കുക. ചൊവ്വ കേതു ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ കേതുവിൻ്റെ സ്ഥിതി അത്ര ഗുണകരമല്ല. ആർക്ക്? വൃശ്ചികക്കൂറുകാർക്ക്. ശനി വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിനും ഒരുപാട് ദീർഘകാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനയോഗം ഉണ്ടാകുമെന്നും കുട്ടികളെ കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുമെന്നും വിദേശയാത്രകളിലൊക്കെ പോയി നിൽക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെയാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഗൃഹത്തിൽ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ നടത്താനോ ഭൂമി വിൽപ്പന നടത്താനോ ഭൂമി വാങ്ങാനോ അതുപോലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ഈ മാസം ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം മാറ്റിവെക്കാൻ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം വരുന്നത് വരെ നിങ്ങൾ പുതിയ പ്രോജക്റ്റുകളൊന്നും ഏറ്റെടുക്കാതിരിക്കുന്നതാണ് പൊതുവിൽ നല്ലത്. ഇപ്പം വൃശ്ചികക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ശനി നിങ്ങൾക്ക് നിലവിലെ 5-ാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തടസ്സപ്പെട്ട് കിടക്കുന്ന പല സംരംഭങ്ങളും നടക്കുമെന്നും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലിൽ വർധനയുണ്ടാകുമെന്നും ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കുന്നു. ഈ വർഷം മുതൽ അങ്ങോട്ട് വളരെയധികം ഗുണകരമായിട്ടാണ് കാണിക്കുന്നത്. ശമ്പള കുടിശ്ശികളൊക്കെ കിട്ടാനുള്ളവർക്കൊക്കെ അത് കിട്ടുമെന്നും അതുപോലെ തന്നെ ധനയോഗം ഉണ്ടാകുമെന്നും മംഗല്യം നടക്കാത്തവർക്ക് മംഗല്യസിദ്ധിയുള്ള ഉണ്ടാകുമെന്നും ഭാര്യാസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നും ഒക്കെയാണ് പറയുന്നത്. പുതിയ ജോലികൾക്കൊക്കെ സാധ്യതയുള്ളതായിട്ടും അതുപോലെ തന്നെ കേസുകളും വഴക്കുകളൊക്കെ രമ്യതയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നും കടങ്ങൾ ഒരു പരിധി വരെ വീട്ടിൽ തീർക്കാൻ പറ്റുമെന്നും വിദേശത്ത് തൊഴിലിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകുമെന്നും പുതിയ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ട് വരുമെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും രാഹുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് അത് നോക്കി പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വീട് സ്വന്തമാക്കാനും ഒക്കെയുള്ള യോഗം പറയുന്നുണ്ടെങ്കിലും രാഹുകേതുക്കളുടെ സ്ഥിതി ഉള്ളതുകൊണ്ട് അത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി നോക്കിച്ച് കൈകാര്യം ചെയ്യുക. വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ നോക്കുക. രോഗശമനമൊക്കെ പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും എന്നൊക്കെയാണ്. കാരണം വിവാഹകാര്യം ഏറ്റവും പ്രധാനമായിട്ട് വൃശ്ചികക്കൂറിൽ വരുന്നവർക്ക് വിവാഹകരമായിട്ടുള്ള കാര്യം വളരെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് വിഷ്ണു ഭഗവാന് തുളസിമാല, തെറ്റി, താമര പൂവൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നാഗപ്രീതി വരുത്തുക, ഗണപതി ഹോമം ചെയ്യുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാനാണ് വൃശ്ചികക്കൂറുകാർക്ക് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് ധനുക്കൂറുകാർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശനി വക്രത്തിൽ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ രാഹു 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. 9-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് നല്ലതല്ല. നിങ്ങൾക്ക് ശുക്രൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല. നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴം, സൂര്യൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊവ്വ 9-ാം ഭാവം ഭാഗ്യസ്ഥാനത്ത് നിങ്ങളുടെ 5-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്, അത് നല്ലതാണ്. അതുപോലെ തന്നെ ശനി വക്രത്തിൽ 4-ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. അങ്ങനെയുള്ള സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ധനുക്കൂറുകാർക്ക് പറയുന്ന കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെയധികം ഗുണകരമായിട്ട് വരുമെന്നും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകളൊക്കെ മാറി വരുമെന്നും ദുരിതങ്ങളെല്ലാം നീങ്ങിക്കിട്ടുമെന്നും അതേപോലെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിച്ചു കൊണ്ടുപോകാനും ഗൃഹനിർമ്മാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങൾ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തു വരാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ബിസിനസ് രംഗങ്ങൾക്കും കർമ്മരംഗത്തുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം ഉത്തമമാണെന്നും
സ്ഥലം മാറ്റം കിട്ടുമെന്നും ഉന്നത പദവികളൊക്കെ ഉണ്ടാകുമെന്നും വീട് പണി ത്വരിതപ്പെടുമെന്നും ദൂരദേശ യാത്രകൾ കൊണ്ട് ഗുണങ്ങളുണ്ടാകുമെന്നും സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വരുമെന്നും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ പ്രശസ്തി ധനാഗമ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടാകുമെന്നും അധിക ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും സന്താനങ്ങളുമായിട്ടും നിങ്ങൾക്ക് കുടുംബപരമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള മികവ് ഉണ്ടാകുമെന്നും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ ഇൻ്റർവ്യൂവിലൊക്കെ വിജയങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെയാണ് ധനുക്കൂറുകാർക്ക് പറയുന്നത്. മൂലം പൂരാടം ഉത്രാടത്തിക്കാലുകാർക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ എന്തെങ്കിലും PR കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായിട്ടാണ് കാണിക്കുന്നത്. അച്ഛനും അമ്മയുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നേരത്തെ പിണക്കങ്ങളൊക്കെ ഉള്ള ദൂരസ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറി വരുമെന്നൊക്കെയാണ് കാണിക്കുന്നത്. പിതാവിനുണ്ടായിരിക്കുന്ന അരിഷ്ടതകളൊക്കെ മാറി വരുമെന്നും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ആർക്കാണ്? ധനുക്കൂറുകാർക്ക്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മകരക്കൂറുകാരുടെ ഫലസ്ഥിതി എന്താണെന്ന് നോക്കാം. മകരക്കൂറുകാർക്ക് ഇപ്പം നിലവിലെ ശനിയുടെ വക്രസ്ഥിതി 3-ാം ഭാവത്തിലാണ്. നിങ്ങളുടെ മകര ലഗ്നാധിപനും കൂടിയാണ് ശനി 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. ശനിയുടെ വലിയ ദോഷമില്ലാത്ത 2 കൂറുകാരാണ് കുംഭക്കൂറുകാർ, മകരക്കൂറുകാർ, ഇടവക്കൂറുകാർ, തുലാക്കൂറുകാർ. ശനിയുടെ ദോഷം ബാധിക്കാത്തില്ല വലിയതായിട്ട്. അതിൻ്റെ കാരണം മകര ലഗ്നാധിപനാണ് ശനി. കുംഭലഗ്നാധിപൻ അതായത് ചന്ദ്രൻ നിൽക്കുന്ന ഇതിൻ്റെ അധിപനാണ് ആര്? ശനി. അപ്പോൾ 3-ാം ഭാവത്തിൽ നിൽക്കുന്നതും വക്രസ്ഥാനത്തേക്ക് വരുന്നതും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ സഹോദരപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ശുക്രൻ നിങ്ങൾക്ക് 5-ാം ഭാവമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്നത് വളരെയധികം ഉത്തമമായിട്ടുള്ള സമയമാണെന്നും കാണിക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ നിന്നാൽ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുമെന്നും ഉല്ലാസയാത്രകളൊക്കെ പോകാൻ പറ്റുമെന്നും തീർത്ഥാടന യാത്രകൾക്കെല്ലാം പോകാൻ പറ്റുമെന്നും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ പ്രായമുള്ളവർക്ക് ഇതുപോലെ കുട്ടികളൊക്കെ ജനിക്കുകയും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള കുട്ടികളുണ്ടാവുകയൊക്കെ സാധിക്കുന്നുണ്ട്. കുട്ടികളുണ്ടാകാത്തവർക്കൊക്കെ കുട്ടികളുണ്ടാകുമെന്നും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രസവങ്ങളൊക്കെ നടക്കുമെന്നും പ്രായമായിട്ടുള്ളവരുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഈ മാസങ്ങളിൽ അതീവ ഗുണസിദ്ധിയായിട്ട് വരുമെന്നൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ദോഷമായിട്ട് നിൽക്കുന്നത് വ്യാഴമാണ്. വ്യാഴം ദോഷം ബന്ധമല്ല. വ്യാഴം 6-ാം ഭാവത്തിന് സൂര്യനും നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല മകരക്കൂറുകാർക്ക്. അപ്പം നിങ്ങൾക്ക് ധനസ്ഥാനത്ത് രാഹു ഉണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വിഷ്ണു പൂജ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണുവിന് തുളസി, തെറ്റി, താമര, ശ്രീസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന, ശാസ്താവിന് നീരാഞ്ജന വിളക്ക്, അതുപോലെ തന്നെ എള്ളുപായസ നിവേദ്യം, ശംഖുപുഷ്പത്തിൻ്റെ മാല സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുണങ്ങൾ പറഞ്ഞു, ദോഷങ്ങൾ പറഞ്ഞു. ഇനി കുംഭക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫലം. മീനക്കൂറുകാരുടെയും ഫലസ്ഥിതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ശനിയുടെ വക്രസ്ഥിതിയും വ്യാഴത്തിൻ്റെ മൗഢ്യസ്ഥിതിയും മാറുന്നതും മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഈ മാസത്തെ ഫലസ്ഥിതി പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം.